യഹൂദ കൾച്ചർ പ്രകാരം മാർത്തയ്ക്ക് എന്ത് ചെയ്യണമായിരുന്നു? യേശുവിനെ സൽക്കരിക്കണം. എന്നാൽ മറിയ തിരിച്ചറിഞ്ഞത് വന്നിരിക്കുന്ന യേശു ആരെന്നറിഞ്ഞിട്ട് അവള് വീടിനകത്തോട്ട് സ്വീകരിച്ചത്. ഒന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്തോ യേശുവിന് വേണ്ടി ചെയ്യുന്നു എന്നാ. നമ്മൾ ആരാധനയ്ക്ക് വരുന്നത് യേശുവിന് വേണ്ടി നമ്മൾ എന്തോ ഒന്ന് ചെയ്യുന്നു എന്നാ. നമ്മൾ രണ്ടുപേരോട് സുവിശേഷം പറയുന്നത് യേശുവിന് വേണ്ടി എന്തോ നമ്മൾ ചെയ്യുവാൻ പോകുന്നെന്നാ. ഹല്ലേലൂയ. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ അത് എന്തോ നമ്മൾ യേശുവിന് വേണ്ടി ചെയ്തെന്നാ നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ മറിയ പറയും, എനിക്കല്ല അവന് വേണ്ടി ചെയ്യാനുള്ളത്, അവനിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കുവാനുണ്ട്. അവന്റെ പാദപീഠത്തിൽ എനിക്കൊരു വിടുതലുണ്ട്. അവന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ എനിക്കൊരു സൗഖ്യമുണ്ട്. അവന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ എന്റെ നിരാശകൾ മാറും. എന്റെ സകല ചോദ്യങ്ങൾക്കും, എന്റെ സകല ആകുലതയ്ക്കും, എന്റെ സകല ഭാരങ്ങൾക്കും, എന്റെ എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു ഉത്തരം യേശുവെന്ന്. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. നമ്മൾ വിചാരപ്പെടുത്തുന്നതെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ഭവനത്തിനകത്തിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലായ്മ ാണെങ്കിൽ നിരാശയാണ്, ദുഃഖമാണ്, കഷ്ടതയാണ്. ഈ സമാധാനം അങ്ങോട്ട് വെളിപ്പെടുന്നില്ല. ചോദിക്കുന്ന വിഷയങ്ങളൊന്നും നടക്കുന്നില്ല. പലതിന്റെ പുറകെ ഞാൻ നിന്നിട്ട് ഞാൻ പരാജയം കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് പറയാനുള്ളത്, എല്ലാവരെയും പോലുള്ളവനല്ല നീ. നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത് എന്റെ പദ്ധതിക്ക് വേണ്ടിയാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മേൽ ദൈവിക പദ്ധതി നിൽക്കുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഉള്ളൊരു പോരാട്ടം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദാനിയേലിന് പറയാൻ ഒരു കഥയുണ്ട്. എന്താ? മറ്റുള്ളവരാരെയും സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ടില്ല. എന്നാൽ ഉറച്ചു നിന്ന ദാനിയേല് സിംഹക്കുഴിയിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തിന് വിളിച്ചു പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? സാഹചര്യത്തിനപ്പുറത്ത് മരണം കാത്തു നിൽക്കുന്ന മേഖലയിൽ എനിക്ക് വേണ്ടി ജീവനെ നിലനിർത്തുവാൻ കഴിവുള്ള ഒരു കരം എന്നോട് കൂടെ ചലിക്കുമെന്ന്. ഹല്ലേലൂയ. കാത്തു നിൽക്കുന്നവൻ പറയും, ഇതുകൊണ്ട് ഇവന്റെ അവസാനം ഒന്നാണ്. യേശു പറയും, ഹല്ലേലൂയ, നീ ഇറങ്ങുന്നതിന് മുമ്പേ നിനക്ക് മുന്നമേ ഞാൻ അവിടെ ഇറങ്ങിയിരിക്കും. കെട്ടേണ്ടവന്റെ വായ ഞാൻ കെട്ടും. ഹല്ലേലൂയ. അവൻ നിർത്താണ്ടവനെ ഞാൻ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തും. നിനക്ക് വെല്ലുവിളിയായി നിൽക്കുന്നവന്റെ മേൽ നീ തല വച്ച് നീ ആശ്വാസം പ്രാപിക്കും. ഞാൻ പറയട്ടെ, നമ്മൾ കാണുന്ന ദാവീദ്, ആമേൻ, ദാനിയേൽ എന്ത് ചെയ്യുക? സിംഹത്തിന്റെ മേൽ തല വെച്ച് സുഖമായി ഉറങ്ങുന്നു. പൗലോസേ, നിനക്ക് ഭയങ്കര വെളിപ്പാടൊക്കെയാ ദൈവം തന്നത്. പക്ഷെ നിന്നെയും യാമത്തിലിട്ട് എന്ത് ചെയ്തു? പൂട്ടി. കർത്താവിന് പറയാനുള്ളത്, ഈ പൂട്ട് ആ ജയിലിന്റെ അടിത്തറ കുലുക്കാനുള്ളതാണ്. ഹല്ലേലൂയ. നിന്നെ പൂട്ടാൻ ശ്രമിക്കുന്നവന്റെ അടിത്തറ കുലുക്കുന്നതാ ഈ വാക്യത്തിന്റെ നിവൃത്തീകരണം. ഹല്ലേലൂയ. ഇന്ന് നീ വിശ്വസിച്ചോണം, ആർക്കുമില്ല എന്ന് പറയുന്ന വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നത് വെറും ഒരു സബ്ജക്റ്റ് ആയിട്ടല്ല, അതൊരു ചരിത്രമായി നിൽക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനമേ, ആമേൻ. ഹല്ലേലൂയ. നിന്നെ ഒറ്റയ്ക്ക് തള്ളിവിട്ട് പരാജയം കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നിന്നോട് കൂടെ നിന്ന് നിന്നെ ജയമാക്കി നീ തിരഞ്ഞെടുത്ത നല്ല അംശം നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയായി, ഒരു അത്ഭുതമായി നിൽപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.